എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ഒരു കഥയാണ്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വസിക്കുന്ന കാലത്ത് ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണനും കുചേലനും കാട്ടിൽ പോയി. വിറക് ശേഖരിച്ചപ്പോഴേക്കും നേരം ഇരുട്ടി. അപ്രതീക്ഷിതമായി വന്ന കൊടുങ്കാറ്റും മഴയും അവരെ ഭയപ്പെടുത്തി. പുലരും വരെ വനത്തിൽ കഴിയുന്നതെങ്ങനെയെന്നോർത്ത് അവർ വിഷമിച്ചു. പറത്തിക്കൊണ്ടു പോകുമെന്ന് തോന്നുമാറുള്ള കൊടുങ്കാറ്റിൽ പരസ്പരം കൈകൾ കോർത്ത് ഒരു ഗുഹയിൽ നേരം വെളുക്കുന്നതുവരെ അവർ രണ്ടുപേരും പേടിച്ചിരുന്നു. ശിഷ്യരെ കാണാതായതോടെ പുലർച്ചെ തന്നെ അവരെ അന്വേഷിച്ച് സാന്ദീപനി മഹർഷി കാട്ടിലേക്ക് പോയി. ഗുരുവിനെ കണ്ടയുടനെ തണുത്തു വിറച്ച് പേടിച്ച അവർ അദ്ദേഹത്തെ നമസ്കരിച്ചു. ഗുരു സന്തോഷത്തോടെ ശിഷ്യരെ അനുഗ്രഹിച്ചു. കാലങ്ങൾക്ക് ശേഷം ദ്വാരകയിലെത്തിയ കുചേലനും കൃഷ്ണനും ഏറെ കാലം കൂടി കണ്ടുമുട്ടുകയായിരുന്നു. അവർ തങ്ങളുടെ വിദ്യാഭ്യാസകാലം ഓർത്തെടുത്തു. സാന്ദീപനി മഹർഷിക്ക് നാമെല്ലാം പുത്രതുല്യരായിരുന്നില്ലേ? ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറക് തേടി കൊടുങ്കാട്ടിലെത്തിയതും കടുത്ത കാറ്റിലും മഴയിലും ഇരുട്ടിൽ ദിക്കറിയാതെ രാത്രി കഴിഞ്ഞതും ഓർമ്മയില്ലേ? അവർ തമ്മിൽ അന്യോന്യം ചോദിച്ചു. വിറകുമായി മടങ്ങിയെത്തിയ നമ്മെ ഗുരു കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ശ്രീകൃഷ്ണൻ ചോദിച്ചു സുദാമയോട്. ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് ഒരിക്കലും നാശമുണ്ടാവില്ല, നിശ്ചയം. ഗുരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നന്മ മാത്രമാണ് നമുക്കുള്ളത്. ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജന്മസാഫല്യമുണ്ടാവില്ല എന്നും കൃഷ്ണൻ കുചേലനോട് പറഞ്ഞു. നമുക്കും മികച്ച ഒരു തലമുറയെ സൃഷ്ടിക്കുവാനും അവരുടെ പഠനത്തെയും ജീവിതഗതികളെ ആസൂത്രണം ചെയ്യുന്നതിനും ബൗദ്ധികമായ വളർച്ച കൈവരിക്കുന്നതിനും അധ്യാപക വിദ്യാർത്ഥി ബന്ധം അനിവാര്യമാണ്. ഇന്നത്തെ ലോകത്തിലെ വേഗത്തിൽ മാറുന്ന സാഹചര്യത്തിൽ ടെക്നോളജി, സാമൂഹിക മാധ്യമങ്ങൾ, മറ്റ് വിദഗ്ധ വിപ്ലവ മാറ്റങ്ങൾ എന്നിവയോടൊപ്പം ഒരു പാഠ്യവിഷയത്തിന് പുറമെ നല്ല മാനവിക മൂല്യങ്ങൾ, അനുഭവങ്ങൾ, വ്യക്തിത്വ വളർച്ച എന്നിവ ഉപദേശിക്കുന്ന അധ്യാപകരോടൊപ്പം ചിലവഴിക്കേണ്ട സമയം അതീവ മുഖ്യമാണ്. നല്ലൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്താനും അവരുടെ മാനസിക വികാസത്തിനും പ്രചോദനമാകുന്നു. അധ്യാപകരെ ഒരു ആശ്രയ കേന്ദ്രമായും ദിശാബോധം നൽകുന്നവരായും കാണുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതം കൂടുതൽ ഫലപ്രദമായി രൂപപ്പെടുത്താൻ പ്രാപ്തരാവാൻ സാധിക്കും. ഈ ബന്ധം സമൂഹത്തിൻ്റെ സമഗ്ര വികസനത്തിനും പുതിയ തലമുറയുടെ ഫലപ്രദമായ മുന്നേറ്റത്തിനും ആവശ്യമാണ്. നന്ദി.